പയ്യന്നൂരിലേക്ക് മാത്രമല്ല നമ്മുടെ നാടിനും നമ്മുടെ ദേശത്തിനുമെല്ലാം നിങ്ങളെല്ലാവരുടെയും പേരിൽ നമ്മുടെ ജോർജ് സാറിനെ ഞാൻ അങ്ങേറ്റം ഹൃദയംഗമമായി ഞാൻ അഭിനന്ദിച്ചുകൊള്ളട്ടെ. ഒന്നാമതായിട്ട് ഇന്ന് നടക്കുന്നത് കോട്ടയം ഡിസ്ട്രിക്ട് അത്ലറ്റിക് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ 56ാമത് അത്ലറ്റിക് മീറ്റ് നടക്കുകയാണ്. ഈ മീറ്റിന് എല്ലാവിധമായ ഭാവുകങ്ങളും വിജയങ്ങളും ഞാൻ നേരുന്നു. കോട്ടയം ജില്ലയിലെ കായിക താരങ്ങളെല്ലാം ഇങ്ങോട്ട് വരികയാണ്, മത്സരത്തിന് വേണ്ടി വരികയാണ്, മത്സരിച്ച് മുന്നേറുക. ഈ മത്സരത്തിന് എല്ലാവിധമായ വിജയങ്ങളും മത്സരത്തിൽ പങ്കെടുക്കുന്നവർക്ക് ഞാൻ നേരട്ടെ. ആരോഗ്യമുള്ള ശരീരത്തിൽ ആരോഗ്യമുള്ള ഒരു മനസ്സ്, അരിസ്റ്റോട്ടലാണ് ആ കോൺസെപ്റ്റ് ലോകത്തിന് കാഴ്ചവെച്ചത്. ആരോഗ്യമുള്ള മനസ്സിൽ ശരീരത്തിൽ ആരോഗ്യമുള്ളൊരു മനസ്സ്, ഇത് രണ്ടും കൂടി ഒത്തുചേർന്നാൽ പിന്നെ യാതൊരു താളപ്പിഴകളുമില്ല. ഇന്ന് ലോകത്തിൽ നമ്മൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ താളപ്പിഴകൾക്കും കാരണം ആരോഗ്യമുള്ള മനസ്സ്, അല്ലെങ്കിൽ ശരീരമില്ല, അല്ലെങ്കിൽ മനസ്സില്ല. രണ്ടും കൂടി സംയോജിപ്പിക്ക്, രണ്ടും കൂടി ഒത്തുചേർന്ന് പോകുന്നില്ല എന്നുള്ളതാണ്. പൂർണ്ണമല്ല. അവ പൂർണ്ണമായും സമ്പൂർണമായും ആരോഗ്യമുള്ള ഒരു ഒരു ശരീരവും ആരോഗ്യമുള്ള ഒരു മനസ്സും നമുക്ക് ആവശ്യമാണ്. അതാണ് ജനതയ്ക്ക് ആവശ്യം. അങ്ങനെയുള്ളൊരു ജനതയുണ്ടെങ്കിൽ എത്രയോ വലിയ അത്ഭുതങ്ങൾ നമ്മുടെ രാജ്യത്തിൽ നമുക്ക് നേടിയെടുക്കാൻ കഴിയും. ആ ജനതയാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത്. അങ്ങനെയൊരു ജനത, ആ ജനതയെ വാർത്തെടുക്കുന്ന കളിസ്ഥലങ്ങൾ, പ്ലേ ഗ്രൗണ്ട്സ് ആണ് മഹനീയമായിട്ടുള്ളത്. ലൈബർ ഇന്ത്യയുടെ ഈ ക്യാമ്പസിൽ നിന്ന് കോട്ടയം ജില്ലയിലെ നല്ല താരങ്ങളെ നമ്മൾ തിരഞ്ഞെടുക്കാൻ പോവുകയാണ്. ഇവിടെ മത്സരവേദിയാണ്. ഈ മത്സരവേദിയിൽ നമുക്ക് മത്സരക്ഷമതയാണ് ഇവിടെയും നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ലോകം മുഴുവൻ വേൾഡ് പ്ലേയേഴ്സുമായിട്ടാണ് നമുക്കിനി മത്സരിക്കേണ്ടത്. ഈ കായിക മത്സരം ഇവിടെ കായിക മത്സരം മാത്രമല്ലോ, ഈ കായിക മത്സരത്തിൽ നിന്നും നമ്മൾ മറ്റു വേദികളിലേക്കുള്ള മത്സരങ്ങളിലേക്ക് കടക്കുകയാണ്. ഇവിടെ നിന്ന് കിട്ടുന്ന ട്രെയിനിങ് ആണ് ലോകത്ത് എവിടെയായാലും കർഷകർ തമ്മിലുള്ള മത്സരം, വ്യാപാരികൾ തമ്മിൽ, വ്യവസായികൾ തമ്മിൽ, രാഷ്ട്രീയക്കാർ തമ്മിൽ, അധ്യാപകർ തമ്മിൽ, അല്ലെങ്കിൽ സാഹിത്യകാരൻ തമ്മിൽ, കലാകാരന്മാർ തമ്മിൽ, ജനതകൾ തമ്മിൽ, രാജ്യങ്ങൾ തമ്മിൽ, ഇവിടെയും മത്സരങ്ങളാണ്. മത്സരിച്ചു മുന്നേറുക, മത്സരിച്ചു മുന്നേറുക. എവിടെയും എക്സലൻസ് ആണ്. അതിനാണ് എപ്പോഴും നമുക്ക് അംഗീകാരം, എക്സലൻസ് ഉള്ളൂ. നിങ്ങൾ എവിടെ ചെന്നാലും, ഒരു ഇന്റർവ്യൂവിന് ചെന്നാലും, ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്, ഒരു കമ്പനിയാ, ദേ വാണ്ട് ഓൺലി എക്സലന്റ് പീപ്പിൾ, എക്സലന്റ് സ്റ്റുഡൻസ്. അപ്പൊ ആ നിലയ്ക്ക് എവിടെയും നമുക്ക് എക്സലൻസ് ആണ് നമുക്ക് കൈവരുത്തേണ്ടത്. ഏത് രംഗത്തും ആ എക്സലൻസ് കൈവരുത്തണം എന്നുണ്ടെങ്കിൽ ആ എക്സലൻസ് നമുക്ക് പകർന്നു കൊടുക്കുന്ന വേദികളാണ് ഈ മത്സരവേദികൾ. അതുകൊണ്ട് കായിക വിദ്യാഭ്യാസത്തിൽ എത്രയോ വലിയ സ്ഥാനമാണ് നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ കൊടുക്കേണ്ടത് എന്ന് ഞാൻ ഓർക്കുകയാണ്. കായിക വിദ്യാഭ്യാസമാണ് നമ്മുടെ പൊതുവിദ്യാഭ്യാസം പോലെ തന്നെ പരമപ്രധാനമാണ് കായിക വിദ്യാഭ്യാസം. അത് രണ്ടും കൂടി ഒത്തുപോകണം. എങ്കിലേ ഞാൻ പറഞ്ഞതുപോലെ ആരോഗ്യമുള്ള ശരീരത്തിൽ ആരോഗ്യമുള്ള മനസ്സുണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ഏതായാലും കോട്ടയം ജില്ലയുടെ ആഭിമുഖ്യത്തിൽ ഇവിടെ നടക്കുന്ന ഈ വേദി, ഇതിനാതിഥേയത്വം നൽകുന്ന ലേബർ ഇന്ത്യയെ ഞാൻ പ്രത്യേകിച്ച് അഭിനന്ദിക്കുന്നു. കോട്ടയം ജില്ല അത്ലറ്റിക് അസോസിയേഷനെ ഞാൻ പ്രത്യേകിച്ച് അഭിനന്ദിക്കുന്നു. ഇതിൽ പങ്കെടുക്കുന്ന സ്ഥാപനങ്ങൾ, സ്കൂളുകൾ, അവർക്കെല്ലാം എന്റെ ഭാവുകങ്ങൾ. പങ്കെടുക്കുന്ന കായിക താരങ്ങൾ, നിങ്ങളാണ് ഭാവിയുടെ വാഗ്ദാനങ്ങൾ. നിങ്ങളാണ്. ഈ രീതിയിൽ മാനസികമായ കായികമായ കരുത്തുറ്റ ഒരു ജനതയാണ് നമുക്ക് ആവശ്യം. ആ ജനതയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളെപ്പോലുള്ള ആളുകളാണ് നമുക്ക് ഭാരതത്തിന് ആവശ്യമായിട്ടുള്ളത്, നമ്മുടെ കേരളത്തിന് ആവശ്യമായിട്ടുള്ളത്. നമ്മുടെ നാടിനെ എല്ലാ രംഗങ്ങളിലേക്കും നയിക്കേണ്ടത് നിങ്ങളെപ്പോലുള്ള ആളുകളെ. അതുകൊണ്ട് ആ കായിക രംഗത്തിന് അത്രമാത്രം പ്രാധാന്യമുള്ള ഒരു സന്ദർഭത്തിൽ കോട്ടയം ജില്ല അത്ലറ്റിക് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ഇവിടെ നടത്തപ്പെടുന്ന ജില്ലാ അത്ലറ്റിക് മീറ്റ് എത്രയോ വലിയ പ്രാധാന്യം ഈ മീറ്റിനുണ്ട് എന്ന് ഞാൻ കരുതുന്നു. ഈ മീറ്റിൽ പങ്കെടുക്കുന്ന എല്ലാ കായിക താരങ്ങൾക്കും ഒരിക്കൽ കൂടി വിജയങ്ങൾ, ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ മഹത്തായ ഈ